കരപ്പുറത്തെ ക്ഷേത്രങ്ങളിൽ ഇനി തിടമ്പേറ്റാൻ റോബോട്ടിക് ആനകളും സജ്ജമായി. പണവള്ളി നീലംകുളങ്ങര ക്ഷേത്രത്തിലും ചേർത്തല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലും റോബോട്ടിക് ആനകളെ സമർപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ടാണ് റോബോട്ടിക് ആനകളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. പണവള്ളി നീലംകുളങ്ങര ക്ഷേത്രത്തിലും ചേർത്തല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലും റോബോട്ടിക് ആനകളെ സമർപ്പിച്ചു. ഒറിജിനൽ കൊമ്പന്മാരെ കടത്തിവെട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് കൊമ്പൻ. നാട്ടാനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഫോർ ഏഷ്യൻ എലഫൻസ് എന്ന സംഘടനയാണ് റോബോട്ടിക് ആനകളെ സമർപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ പണവള്ളി നീലംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ നടക്കിരുന്നു. നീലംകുളങ്ങര വിഷ്ണുദാസൻ എന്ന ലക്ഷണമൊത്ത കൊമ്പൻ. പിന്നാലെ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് NR സുധർമ്മദാസിൻ്റെ നേതൃത്വത്തിലാണ് ആനയെ സ്വീകരിച്ചത്. ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ ചേർത്തല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലും റോബോട്ടിക് ആനയെ സമർപ്പിച്ചു. ഓങ്കാരേശ്വരം രാമസേനാപതി എന്ന കൊമ്പനെയാണ് സമർപ്പിച്ചത്. ക്ഷേത്രസമിതി പ്രസിഡന്റ് NR സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ റോബോട്ടിക് ആനയെ സ്വീകരിച്ചു. ചാലക്കുടിയിലെ ഫോർഹി ആർട്സ് ക്രിയേഷൻസ് ആർട്ടിസ്റ്റ് പ്രശാന്ത് പ്രകാശിൻ്റെ നേതൃത്വത്തിൽ ഫൈബറും റബ്ബറും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. 5 ലക്ഷത്തിലേറെ രൂപയോളം ചിലവ്. 10 അടി ഉയരവും 500 കിലോ ഭാരവുമുള്ള ഈ റോബോട്ടിക് ആനകളുടെ കണ്ണുകൾ, ചെവികൾ, തുമ്പിക്കൈ, വാൽ എന്നിവ ചലിക്കുന്നവയാണ്. എഴുന്നള്ളത്തിന് 4 പേർക്ക് വരെ ഇവയുടെ പുറത്തു കയറാൻ സാധിക്കും. പാരമ്പര്യവും ആചാരപ്പൊലിമയും ഒട്ടും ചോർന്നു പോകാതെ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. 2025 മാർച്ച് 1-നും 26 ജനുവരി 2-നും ഇടയിലുള്ള വെറും 10 മാസത്തിനിടെ കേരളത്തിൽ 20 ആനകളാണ് ചരിഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആചാരങ്ങളും ആഘോഷങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അവ മറ്റൊരു ജീവിയുടെ കണ്ണുനീരിൽ കെട്ടിപ്പടുക്കേണ്ടവയല്ല. ഉത്സവപ്പറമ്പുകളിലെ അമിതമായ ശബ്ദ കോലാഹലങ്ങളും ചുട്ടുപൊള്ളുന്ന വെയിലും ആനകളിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത് പലപ്പോഴും അവ അക്രമാസക്തരാകാനും ഭയാനകമായ ദുരന്തങ്ങൾ സംഭവിക്കാനും കാരണമാകുന്നു. കാടുകളിൽ സ്വതന്ത്രമായി കഴിയേണ്ട ആനകളെ നാട്ടിലെ സാഹചര്യങ്ങളിലേക്ക് മാറ്റുന്നത് അവയുടെ അകാല മരണത്തിനും കാരണമാകുന്നു. അടുത്ത കാലത്തായി ഉത്സവങ്ങൾക്ക് വരുന്ന ആനകളുമായി ബന്ധപ്പെട്ട അപകടങ്ങളും പാപ്പാന്മാരുടെ ദാരുണ അന്ത്യവുമെല്ലാം നിലവിലെ രീതികൾ മാറേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണെന്ന് സംഘടനയുടെ സ്ഥാപകയും മാനേജിംഗ് ഡയറക്ടറുമായ സംഗീത അയ്യർ പറഞ്ഞു. ആനകൾക്ക് വളരെ ദ്രോഹമാവുന്ന അതേ കാരണം ഈ റോബോട്ടിക് എലഫന്റ് വോയിസസ് ഫോർ ഏഷ്യൻ എലഫൻസ് വളരെ നമ്മുടെ മിഷനാണ്. ഈ ആനകളുടെ ദുഃഖം നമ്മൾ എല്ലാവരും ചേർന്ന് we have to make അവർക്ക് നമ്മൾ സന്തോഷം കൊടുക്കണം ആനകൾക്ക്. അപ്പോൾ അതേ കാരണം റോബോട്ടിക് എലഫന്റ് ഞാൻ നിങ്ങളുടെ അമ്പലത്തിൽ കൊടുത്തത് എനിക്ക് വളരെ നന്ദി. ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ നന്ദി. താങ്ക് യു.